നബിയത് തട്ടിക്കുടയുന്നു, പരിഭവമില്ല പോകുന്നു. അപ്പണി നിത്യം ചെയ്യും കുട്ടിയെ ഒരു ദിനം കാണാനാവുന്നു. നബിയത് കുട്ടിയെ തേടുന്നു, സുഖമില്ലെന്നും അറിയുന്നു. കുട്ടിയെ കാണാൻ നബി ചെന്നപ്പോൾ കുട്ടിക്ക് അത്ഭുതമാവുന്നു. മക്കയിൽ പണ്ട് ഒരു വീട്ടിൽ മുകളിലിരുന്നൊരു പെൺകുട്ടി നബിയുടെ വരവും നോക്കിയിരുന്ന് ചപ്പും ചവറുകൾ കൊട്ടുന്നു. മക്കയിൽ പണ്ട് ഒരു വീട്ടിൽ മുകളിലിരുന്നൊരു പെൺകുട്ടി നബിയുടെ വരവും നോക്കിയിരുന്ന് ചപ്പും ചവറുകൾ കൊട്ടുന്നു. നബിയത് തട്ടിക്കുടയുന്നു, പരിഭവമില്ല പോകുന്നു. അപ്പണി നിത്യം ചെയ്യും കുട്ടിയെ ഒരു ദിനം കാണാനാവുന്നു. നബിയത് കുട്ടിയെ തേടുന്നു, സുഖമില്ലെന്നും അറിയുന്നു. കുട്ടിയെ കാണാൻ നബി ചെന്നപ്പോൾ കുട്ടിക്ക് അത്ഭുതമാവുന്നു. മക്കയിൽ പണ്ട് ഒരു വീട്ടിൽ മുകളിലിരുന്നൊരു പെൺകുട്ടി നബിയുടെ വരവും നോക്കിയിരുന്ന് ചപ്പും ചവറുകൾ കൊട്ടുന്നു. അസ്സലാമു അലൈക്കും. ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട നബി ഹിറാ ഗുഹയിൽ ഏകനായി ഇരിക്കുകയായിരുന്നു. അത് റമളാൻ മാസത്തിലെ ഒരു ദിവസമായിരുന്നു. പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് നബിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മലക്ക് നബിയോട് പറഞ്ഞു, വായിക്കുക. പേടിച്ച് വിറച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മലക്ക് അദ്ദേഹത്തെ അമർത്തി പിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, വായിക്കുക. നബി വീണ്ടും പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീണ്ടും ശക്തിയായി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വായിക്കുക. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ മനുഷ്യനെ അവൻ ഒരു രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു. വായിക്കുക. നിന്റെ രക്ഷിതാവ് അത്യുദാരൻ. പേന കൊണ്ട് മനുഷ്യൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഖുർആനിൽ ആദ്യമായി അവതരിച്ച ആയത്തുകൾ. ഇതിൽ നിന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു അവതരണം നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. Please subscribe now.